റെയിൽവേ NTPC ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ എതിരാളികൾ ആരാണെന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത് കൃത്യമായ ഒരു അനാലിസിസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള എതിരാളികൾ ആരാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ ആ പരീക്ഷയ്ക്ക് വിജയിക്കാം, അല്ലെങ്കിൽ ആ വിജയിക്കുന്നതിൻ്റെ ഫോർമുല എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം പരീക്ഷയ്ക്ക് പോകാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ എതിരാളികൾ എന്ന വാക്ക് ഉദ്ദേശിച്ചത്. എതിരാളികൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കൂടെ കോമ്പറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഏത് റേഞ്ചുള്ള വിദ്യാർത്ഥികളാണ്, അവരെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അവർക്കൊത്ത രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ കൃത്യമായ ഒരു ഡേറ്റയുടെ സാന്നിധ്യത്തോടു കൂടി നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഞാൻ ആദ്യം നിങ്ങളെ കൊണ്ടുപോകുന്നത് പ്രധാനപ്പെട്ട 3-4 കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാമുകളിലേക്കും അതിന്റെ സിലബസ് പാറ്റേണുകളിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. ആദ്യമായി ഈ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ, PSC, ബാങ്കിങ്, നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാമുകൾ നിങ്ങൾ ഓരോരുത്തരും എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അപ്പിയർ ചെയ്യാൻ ചാൻസ് ഉള്ള കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാമുകളാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എക്സാമുകൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇവയ്ക്ക് കോമൺ ആയിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അതുപോലെ തന്നെ ഇവ മാറി നിൽക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ റെയിൽവേയുടെ NTPC ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ആ എക്സാമിന് നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ആരൊക്കെയാണ് റെയിൽവേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്രാവശ്യത്തെ റെയിൽവേ എക്സാമിന്റെ ഏജ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏജ് 36 വരെയുള്ള ആളുകൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. എന്നാൽ അതിൽ കൂടുതൽ ഏജ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. റിസർവേഷൻ ഉള്ള ആളുകൾക്ക്, എക്സാർമി കാറ്റഗറി ഉള്ള ആളുകൾക്ക് ഒക്കെ അതിൽ കൂടുതൽ ഏജ് ഉള്ളവർക്ക് വരെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പൊ നോർമൽ 36 ഏജ് വരെയുള്ള ആളുകൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ, അതായത് എസ്പെഷ്യലി കേരളത്തിൽ PSC എക്സാമുകൾക്ക്, പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമുകൾക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകൾക്കും NTPC ഗ്രൂപ്പ് ഡി എക്സാംസ് എഴുതാനായിട്ട് സാധിക്കും. കാരണം ഗ്രൂപ്പ് ഡി ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഏജ് 36 വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ്. അതുപോലെ NTPC +2 ലെവലും ഡിഗ്രി ലെവൽ പരീക്ഷകളുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഡിഗ്രി ലെവൽ PSC എഴുതുന്ന ആളുകളുണ്ട്, LDC കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്ലൈ ചെയ്തവർ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ കൃത്യമായി നിങ്ങളുടെ എതിരാളികൾ ആരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെയാണ് കോമ്പറ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാതെയാണ് പോകുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അത് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർ ഈ പരീക്ഷ എഴുതുന്നവരാണ് എങ്കിൽ ഈ ചലഞ്ച് മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പ്രധാനമായും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. ഇനി നിങ്ങൾ ഈ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ സിലബസ് പാറ്റേൺ ഒന്ന് നോക്കിയേ. എല്ലാ പരീക്ഷയ്ക്കും മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, GK ഉണ്ട്, ചില പരീക്ഷകൾക്കെല്ലാം ഇംഗ്ലീഷ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകളാണ് ഈ കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാമുകൾക്ക് പഠിക്കേണ്ടത്. പക്ഷേ ഇതിന്റെ വെയിറ്റേജിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കളി ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും അവരിനി റെയിൽവേ എക്സാമിന് തയ്യാറെടുക്കുകയാണെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളും അവർ ആരോടാണ് ഏറ്റുമുട്ടേണ്ടി വരുന്നതെന്നും ഏത് ലെവലിലേക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ഉയർത്തണമെന്നും എന്നുള്ളത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന്, മാത്സിൽ നിന്ന് 25% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് റെയിൽവേക്കുണ്ട്. അതുപോലെ തന്നെ റീസണിംഗിൽ നിന്ന് 30%, അതായത് ഇവിടെ തന്നെ നമുക്ക് എത്ര ഉണ്ട്? 55% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതേ സമയത്ത് ഒരു LDCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് 10% മാർക്ക് മാത്രമേ മാക്സിമം റീസണിംഗിൽ നിന്നുള്ളൂ. നോക്കൂ, ഇവിടെ 55% മാർക്ക് വേണ്ടപ്പോൾ PSCക്ക് പഠിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇപ്പൊ പരീക്ഷയ്ക്ക് എഴുതുന്നതെങ്കിൽ ഈ 10%ത്തിൽ നിന്ന് 45%ത്തിലേക്ക് നമ്മുടെ എന്ത് ഇൻക്രീസ് ചെയ്യണം? മാത്സിന്റെ സ്പീഡ്, കാൽക്കുലേഷൻസ്, അല്ലെങ്കിൽ തിങ്കിങ്, പ്രോബ്ലംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പോകേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിംഗും ഡിഗ്രി ലെവൽ എക്സാമിനാണെങ്കിൽ ഒരു 20% മാർക്കിനേ ഉള്ളൂ. അപ്പോഴും 35% മാർക്ക് നമ്മൾ എവിടെയാണ്? ബാക്കിലാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. PSC എക്സാംസിന് ഏറ്റവും കൂടുതൽ പ്രത്യേകത GK, ജനറൽ സയൻസ്, അതുപോലെ ജനറൽ അവയർനെസ് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു 80%, അതിൽ നമുക്ക് റീജിയണൽ ലാംഗ്വേജസ് വരാം, ഇപ്പൊ മലയാളം വരാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വരാം, എല്ലാം കൂടെ ചേർത്ത് 90% ആണ് ബാക്കി വരുന്നത്.
പക്ഷെ നമ്മുടെ റെയിൽവേ എക്സാമിന് വേണ്ട 10% റീസണിങ്ങും കോണ്ടും മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ 20% മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങൾ അപ്പോഴാണ് ഈ ഒരു കളിയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ നോക്കൂ, 25% മാത്സ് പഠിക്കുന്നുണ്ട്, 25% റീസണിങ് പഠിക്കുന്നുണ്ട്, ടോട്ടൽ 50%. നിങ്ങൾ മനസ്സിലാക്കുക, ടോട്ടൽ 50% വെയിറ്റേജ് അവർ എന്തിനു തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, മാത്സും റീസണിങ്ങും പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിന്റെ സിലബസും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ മാത്സ് എല്ലാം സെയിം ടോപ്പിക്കുകൾ തന്നെയാ, റീസണിങ് എല്ലാം സെയിം ടോപ്പിക് തന്നെയാ. അപ്പൊ SSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ റെയിൽവേയുടെ ഈ 55% അവർ കൃത്യമായി ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഇനി റെയിൽവേക്ക് ഏതൊക്കെയാ അടുത്ത സബ്ജക്റ്റുകൾ? GK ഒരു 20%, ജനറൽ സയൻസ് ഒരു 25%, അങ്ങനെ ടോട്ടൽ ബാക്കി റിമൈനിങ് 45%. ഈ 45% ഇവിടെ ജനറൽ അവയർനെസ് എന്ന രീതിയിൽ കവറപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ 25% ഉള്ളെങ്കിലും ഈ 45% പഠിക്കേണ്ട എല്ലാ സാധനങ്ങളും പഠിക്കണം. ഏതാണ്? ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ബയോളജി പഠിക്കണം, എക്കണോമിക്സ് പഠിക്കണം, പൊളിറ്റി പഠിക്കണം, ഹിസ്റ്ററി പഠിക്കണം, ജോഗ്രഫി പഠിക്കണം, സ്ട്രാറ്റജിക്ക് പഠിക്കണം, കറണ്ട് അഫയേഴ്സ് പഠിക്കണം. എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി SSCക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന എന്താ? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. റെയിൽവേക്ക് അത് വരുന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഈ 75% നിന്ന് റെയിൽവേയുടെ ഏകദേശം 100%യും SSCയുടെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ കവറപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന വലിയ ഒരു ഇൻഫർമേഷൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടി, ഇത് അറിയാവുന്ന ആളുകളുണ്ട്, പക്ഷെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാനിത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, പറഞ്ഞു തരികയാണ്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എന്താണ്? നമ്മുടെ 75% മാർക്കിന്റെ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കണ്ടന്റുകൾ തന്നെയാണ് റെയിൽവേക്ക് വരുന്നത്. പിന്നെ എന്താ സാർ വ്യത്യാസം? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാമിന് ഈ ടോപ്പിക്കുകളൊക്കെ അത്യാവശ്യം ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് അവർ പഠിക്കുന്നു. മാത്സ് പഠിക്കുന്നു, റീസണിങ് പഠിക്കുന്നു, ജനറൽ സയൻസ് ആൻഡ് ജനറൽ അവയർനെസ് പഠിക്കുന്നു. അപ്പൊ അവർ കണ്ടന്റ് വൈസ് ഇതെല്ലാം വൃത്തിയായി പഠിച്ച് CGL, CHSL, MTS പോലെയുള്ള പരീക്ഷകൾ, ഞാൻ അതിന്റെ എല്ലാ സിലബസും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ CGL പരീക്ഷ എഴുതുന്ന ആളുകൾ ഇപ്പൊ കേരളത്തിൽ ഇപ്പോ നിങ്ങൾക്ക് അറിയാം, നല്ലൊരു ശതമാനം ആൾക്കാർ CGL വേണ്ടി പ്രിപ്പയർ ചെയ്ത് ടയർ 1 ഒക്കെ ക്വാളിഫൈ ചെയ്തു. നമ്മുടെ ഓഫ്ലൈൻ അക്കാഡമിയിൽ പ്രിപ്പയർ ചെയ്ത് തന്നെ 10-20 കുട്ടികളോളം ടയർ 1 ക്വാളിഫൈ ചെയ്തു. അതിൽ നിന്ന് ഒരു 4-5ഓളം കുട്ടികൾ നമ്മുടെ എന്ത് ചെയ്തു, ടയർ 2 എക്സാംസ് CGL തന്നെ ക്വാളിഫൈ ചെയ്തു. ഈ ടയർ 1 ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾ എന്ന് വെച്ചാൽ 153 മാർക്ക് 200 കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികളാണ്. ഓക്കെ, അതുപോലെ തന്നെ CHSL ക്വാളിഫൈ ചെയ്തവർ, അതുപോലെ തന്നെ NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ, ഇവരെല്ലാം നന്നായി തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആയ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട്. ഇത് അവർക്ക് റെയിൽവേ, NTPC, ഗ്രൂപ്പ് D പോലെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് ആണ്. ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ PSCക്ക് നമ്മൾ എന്തോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, 10% അല്ലെങ്കിൽ 20% മാത്സ് മാത്രമാണ് പഠിച്ചത്, ബാക്കി കുറെ GK പഠിക്കുമ്പോഴും നിങ്ങൾ ഫാക്ട് അബൌട്ട് കേരള ബേസ് ചെയ്തിട്ടുള്ള കുറെ GKകളും കാര്യങ്ങളും ആണ് നമ്മൾ കൂടുതലും പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമിന് പഠിച്ചിരിക്കുന്നത്. ഇവർ കൃത്യമായിട്ട് ഒരു നാഷണൽ ലെവലിലുള്ള അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ലെവലിൽ വരുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് റെയിൽവേ എക്സാമിന് എഴുതുന്ന ആളുകളുടെ യഥാർത്ഥ എതിരാളികൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും SSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അല്ലാതെ കേരളത്തിലെ PSC സെന്ററുകളിൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള PSC സെന്ററുകളിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും റെയിൽവേ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന NTPC, ഗ്രൂപ്പ് D എക്സാമിന് അപ്പിയർ ചെയ്യുന്നവർക്ക് ചലഞ്ച് ഉണ്ടാക്കില്ല. കാരണം അവർ പഠിക്കുന്ന പാറ്റേൺ വേറെയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞു മനസ്സിലായോ? പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുടെ സിലബസ് വേറെയാണ്. അപ്പൊ അതിനെ സീരിയസ് ആയി കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരിക്കലും നമ്മുടെ എതിരാളികളല്ല. പക്ഷെ റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ യഥാർത്ഥ എതിരാളികൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിനും വെളിയിലുമായിട്ടുള്ള SSC സെന്ററുകളിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, എനിക്കറിയാം 2019 ദിശ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ മാത്രമേ ആക്ച്വലി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വീഡിയോസ് ചെയ്യുന്നുള്ളായിരുന്നു. ഏകദേശം നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയറിയാം 2500ഓളം വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ അതിനുശേഷം അതിനുശേഷം കോവിഡ് വന്നു. കോവിഡിനൊക്കെ ശേഷം ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലുകൾ, ടെലഗ്രാം ചാനലുകൾ എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം നിരവധി വിദ്യാർത്ഥികൾ
പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒരു ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് കൂടുതലായിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ വഴി എത്തിയത് കൊണ്ട് ഒരുപാട് ആളുകൾ SSC എക്സാമുകളിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ദിശയ്ക്ക് തന്നെ കേരളത്തിൽ തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, തൃശ്ശൂര്, കോഴിക്കോട്, അതുപോലെ കൊട്ടാരക്കര ഒക്കെ സെന്ററുകളുണ്ട്. ഈ സെന്ററുകളിലെല്ലാം ഒരുപാട് വിദ്യാർത്ഥികൾ എല്ലാ മന്തും നമ്മുടെ റെഗുലർ ബാച്ചുകളിൽ SSC എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികൾ ഓരോ നമ്മുടെ അക്കാഡമിയിലെ വിദ്യാർത്ഥികൾ പോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരുപാട് വിദ്യാർത്ഥികൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിനെ സീരിയസ് ആയി കണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകൾ അറിയാലോ, CGL, CHSL, MTS പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി സീരിയസ് ആയി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചലഞ്ച് ഉണ്ടാക്കുന്ന, റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചലഞ്ച് ഉണ്ടാക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ ഇങ്ങേ അറ്റത്തൊരു ബാങ്കിങ് കൊടുത്തിട്ടുണ്ട്. എന്താ ബാങ്കിങ് കൊടുത്തിരിക്കുന്നത്? അവിടെ ഒരു 35% കോണ്ടുണ്ട്, 35% റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഒരു 30%, അതായത് ഇവിടെ നിന്നൊരു 70% ഉണ്ട്. പക്ഷെ ഇവരും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കാത്തത് ഇവരെന്തിലില്ല, GK ഇല്ല, ടയർ 1-ലൊന്നും. ഈ ബാങ്കിങ്ങിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾ പലരും ഈ GK ഒക്കെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇവർക്ക് ഈ 50-55% മാത്സ്, റീസണിംഗ് ഒക്കെ ഒരു പക്ഷേ ചെയ്യാം, എന്നാലും ടോപ്പിക്കൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെയും വെട്ടിയിടുക. മെയിൻലി നമ്മുടെ ശക്തരായ എതിരാളികൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SSC സ്റ്റുഡൻസ് ആണ്. അതിന്റെ കാരണം, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, റെയിൽവേ എക്സാമിന് വേണ്ടി പഠിക്കാൻ വന്ന PSCയിൽ നിന്ന് മാറി വന്ന പല വിദ്യാർത്ഥികളും ചോദിച്ച ചില ചോദ്യങ്ങളാണ്. അവർക്ക് ഇപ്പോഴും സർ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകൾ എന്താണെന്ന് അറിയില്ല. അവർ ഈ റെയിൽവേ വന്നു, അതിന് അപ്ലൈ ചെയ്തു. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻകാർ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഈ വിദ്യാർത്ഥികൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ കൃത്യമായി പറയുന്നു, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, CGL എഴുതിയവരടുത്ത് നമുക്ക് ഗ്രൂപ്പ് D എഴുതാൻ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഡിഗ്രി ഉള്ളവർക്ക് ഗ്രൂപ്പ് D എഴുതിക്കൂടെ? ഡിഗ്രി ഉള്ളവർക്ക് NTPC എഴുതിക്കൂടെ? അവരെല്ലാം എഴുതും. അപ്പൊ നമുക്ക് ചലഞ്ചായിട്ട് ഇവരെല്ലാം ഉണ്ടാവും. ഞാൻ എന്താണ് ഇത് പറയാൻ ശ്രമിച്ചത് വെച്ചാൽ, നിങ്ങളെ ഡിസപ്പോയിന്റഡ് ആക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവല്, റെയിൽവേക്ക് പഠിക്കുന്നവരുടെ പ്രിപ്പറേഷൻ ലെവല് ഒരിക്കലും ചെറിയ ലെവലിലാവാൻ പാടില്ല. SSCയുടെ ഒരു ലെവലിലേക്കൊക്കെ വരെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന രീതി പോകണം എന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. അല്ലാതെ നമ്മളെ ഷുഗർ കോട്ട് ചെയ്ത് പല ആളുകളും പറയും, ഇവിടെ ഇത് ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി, അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് റെയിൽവേ കിട്ടും, NTPC കിട്ടും, ഗ്രൂപ്പ് D കിട്ടും എന്ന് വെറുതെ പറയും. ദിശ അക്കാഡമി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഫാക്ട് നമ്മുടെ വിദ്യാർത്ഥികളിൽ എത്തിക്കുക, മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, കൃത്യമായ വിവരണം, എങ്ങനെ ഏത് എക്സാമിന്. അതുകൊണ്ട് തന്നെ SSC പഠിക്കുന്ന ഏതൊരാൾക്കും റെയിൽവേ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. SSC CGL പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെയിൽവേ, NTPC, ഗ്രൂപ്പ് D എല്ലാ പരീക്ഷകളും കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അവരെല്ലാം ശക്തരായ എതിരാളികളാ. അപ്പോൾ റെയിൽവേ വന്നു എന്ന് കരുതി ഇപ്പൊ പഠിച്ചു തുടങ്ങിയ കുറച്ച് ആളുകളെങ്കിലും ഉണ്ടെന്നറിയാം. അവർ പഠിക്കുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ ഒട്ടും താഴാൻ പാടില്ല. നല്ല എനർജറ്റിക് ആയിട്ട് പഠിക്കുക, നല്ല ആക്റ്റീവായിട്ട് പഠിക്കുക. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വരെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ എക്സാമുകൾ എഴുതാനുള്ള ഏജ് കാണില്ലായിരിക്കും, നിങ്ങൾക്ക് 35, 34 ഒക്കെ ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾക്ക് CGL അല്ലെങ്കിൽ ഈ പറയുന്ന NTPCയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് MTSO പരീക്ഷകൾ എഴുതാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അതിന്റെ ക്വസ്റ്റ്യൻസ്, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന പിനാക്കിളിന്റെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്ത് കൃത്യമായി നിങ്ങളുടെ മാത്സിന്റെ സ്പീഡ് കൂട്ടണം, റീസണിങ്ങിന്റെ സ്പീഡ് കൂട്ടണം, GKയുടെ നിങ്ങളെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന രീതികളെല്ലാം പഠിക്കണം. ഇതെല്ലാം നിങ്ങളെ തികച്ചും ഹെൽപ്പ് ചെയ്യും. ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതിന്റെ എല്ലാം സിലബസ് പാറ്റേണിന്റെ അനാലിസിസിലൂടെ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ദാ നോക്കൂ, ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഗ്രൂപ്പ് D. എല്ലാവർക്കും അറിയാം എന്താണ്. ഞാനിപ്പോ പറഞ്ഞു 25% സയൻസ്, 25% മാത്സ്, 30% മാർക്ക് നമ്മുടെ റീസണിങ്, അതുപോലെ 20% മാർക്ക് നമ്മുടെ ജനറൽ അവയർനെസ്. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. എല്ലാവർക്കും അറിയാം 1.5 മണിക്കൂർ ഓൺലൈൻ പരീക്ഷയാണ്. PSC എഴുതുന്നവർ അടുത്ത ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്, ഓൺലൈൻ പരീക്ഷയാണ്. കൃത്യമായി മോക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി NTPC എഴുതുന്നവരോ, അവിടെ വ്യത്യാസമൊന്നുമില്ല. 30 ക്വസ്റ്റ്യൻസ് മാത്സ്, 30 ക്വസ്റ്റ്യൻസ് റീസണിങ്, 40 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്, അതായത് ജനറൽ സയൻസും അവിടെയും 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കാണ് ടയർ 1-ൽ വരുന്നത്. അവിടെയും എന്താണ്, മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്. നമുക്ക് റെയിൽവേക്ക് ഇംഗ്ലീഷ് ഇല്ല. നിങ്ങളിപ്പോ ഗ്രൂപ്പ് D കണ്ടു, NTPC കണ്ടു. ഈ രണ്ട് പരീക്ഷയ്ക്കും എന്തില്ല, നമുക്ക് എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. SSC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് കൂടെ പഠിക്കണം, നമുക്ക് അത് വേണ്ട. അതാണ് വലിയ അഡ്വാൻറ്റേജാ. പക്ഷെ ഞാൻ പറഞ്ഞു, ആ 75%-ൽ നിന്ന് അവർ നമ്മുടെ 100% കവറപ്പ് ചെയ്യുന്നുണ്ട്. അത് വ്യക്തമാക്കി തരാം. ദാ ഒന്നുകൂടെ നോക്കൂ. ദാ കേരള PSC LDC പരീക്ഷ എഴുതുന്നവരുടെ മാർക്ക് പാറ്റേൺ നോക്കിയേ. 50 മാർക്ക് ജനറൽ നോളജാ,
അതിൽ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, കേരള അഡ്മിനിസ്ട്രേഷൻ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ആർട്സ് 50 മാർക്ക് അവിടെയാണ് കിടക്കുന്നത്. കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്. അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ഇതാ ഞാൻ പറഞ്ഞ 10%. ബാക്കി ഇംഗ്ലീഷ് 10, റീജിയണൽ ലാംഗ്വേജ് മലയാളം 10. അതായത് ഈ 10% മാത്രമാണ് നമുക്ക് അവിടെ എത്ര ഉണ്ട്? 55% മാർക്ക് QA ആൻഡ് റീസണിങ്ങിലുണ്ട്, QA ആൻഡ് RIയിലുണ്ട്. ഇവിടെ 10% മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ സ്പീഡ്, ഓരോ മാർക്കും വിലയുള്ളതല്ലേ, ഓരോ നമ്മൾ ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ നമ്മുടെ ടൈമും ഓരോ മിനിറ്റും ഇമ്പോർട്ടന്റ് അല്ലേ. അപ്പൊ ഈ വിജയ രഹസ്യം മനസ്സിലാക്കി പോകാതിരുന്നാൽ, ചുമ്മാ നമുക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയാമെങ്കിൽ പോലും ചിലപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ വിഷമാവുന്ന ആളുകളുണ്ട്. പക്ഷേ ഫാക്റ്റ് പറഞ്ഞേ മനസ്സിലാവൂ. ഫാക്റ്റ് നിങ്ങളോട് മുന്നേ പറഞ്ഞാൽ ഇനിയും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റുകളായിട്ട് ചോദിച്ചോളൂ. ഇതിൽ വിയോജിക്കുന്ന ആളുകൾ ഉണ്ടാവും, പല ആളുകളും ഉണ്ടാവും. പക്ഷേ എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ മുന്നിൽ ഞാൻ കൃത്യമായ ഡേറ്റയോടുകൂടിയ പല PSC സെന്റർ ആളുകളും ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പഠിച്ചു വന്നതിന്റെ കൂടെ ഇതുകൂടെ പഠിച്ചാൽ മതി, നിങ്ങൾ റിയൽ കോമ്പറ്റീഷൻ മനസ്സിലാക്കൂ. ഞാനതാ പറഞ്ഞ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള SSC സെന്ററുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ കോമ്പറ്റീഷൻ ആണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ റിയൽ കോമ്പറ്റീഷൻ മനസ്സിലാക്കൂ. ഇനിതാ ഞാൻ ഡിഗ്രി ലെവൽ പരീക്ഷയുടെയും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ നോക്ക്, അരിത്തമെറ്റിക് ആൻഡ് റീസണിങ് 20% മാർക്ക്. ഞാൻ പറഞ്ഞ 20% കിടക്കുന്നത്. ബാക്കി അപ്പോൾ 55% മാർക്കാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരു 35% മാർക്കിന്റെ വ്യത്യാസമുണ്ട്. പക്ഷേ GK ഇവിടെയും കുറേ മാർക്കിന്റെ ഉണ്ട്. ഇംഗ്ലീഷ് നമുക്ക് ആവശ്യമില്ല, റീജിയണൽ ലാംഗ്വേജ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, സ്പീഡ്, മാത്സിന്റെ സ്പീഡ്, റീസണിങ്ങിന്റെ സ്പീഡ്, ഇതൊക്കെ കൃത്യമായി എന്ത് ചെയ്യണം? പഠിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വളരെ വലിയൊരു ഇൻഫർമേഷൻ ആണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. നോക്കൂ മക്കളെ, CGLന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥി ജനറൽ അവയർനെസ് ആൻഡ് റീസണിങ് 25% മാർക്ക്, ജനറൽ അവയർനെസ് 25% മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് അതായത് RIയും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ GAയും അതുപോലെ തന്നെ മാത്സും QAയും കൂടെ ചേർത്ത് 75% കണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതിൽ നിന്ന് തന്നെ അവരാ റെയിൽവേയുടെ 100% കവറപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നും വേണ്ടാത്തയില്ല, എല്ലാം പഠിക്കുന്നുണ്ട്. വളരെ വൃത്തിയായിട്ടൊരു CGLന് പ്രിപ്പയർ ചെയ്യുന്ന ആള് സകല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇവര് നമുക്ക് ചലഞ്ചാ. കേരളത്തിൽ ഒരു ടയർ 1 ക്വാളിഫൈ ചെയ്ത എത്രത്തോളം CGL വിദ്യാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ CHSL വിദ്യാർത്ഥികളുണ്ട്, MDS കിട്ടിയ എത്ര വിദ്യാർത്ഥികളുണ്ട്? ഇവരെല്ലാം ഈ വരുന്ന പരീക്ഷ എഴുതും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്മാർട്ടായിട്ട് പഠിക്കണം. നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് പഠിക്കണം. പരീക്ഷയെ മനസ്സിലാക്കി പഠിക്കണം. ദിശ അക്കാഡമി കൃത്യമായിട്ട് നമ്മുടെ ഓഫ്ലൈൻ സെന്ററുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് പറയുന്നത്. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഓൺലൈനിൽ നമ്മൾ വിദ്യാർത്ഥികളെ കൃത്യമായി ഗൈഡ് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്. നമ്മളുടെ അറിയാം, നിങ്ങൾക്ക് നമ്മുടെ ടർബോ ബാച്ചുകളിലൊക്കെ നമ്മൾ നല്ല നിലവാരത്തിൽ ക്ലാസ്സുകൾ ചെയ്തു പോകുന്നതിന്റെ കാരണം സിമ്പിളായി പഠിച്ചു പോയാൽ കാര്യമില്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾ MDS പരീക്ഷ എടുത്തോ, അവിടെയും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. 20%, 20%, 25%. ഏകദേശം ഇവിടെ 40 ക്വസ്റ്റ്യൻസും ഇവിടെ 50 ക്വസ്റ്റ്യൻസും ഏകദേശം 120, 120ഉം 150, 270 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത്? 3 മാർക്കാണ് കേട്ടോ. ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത് നമ്മുടെ MDS എക്സാമിന്. പക്ഷെ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞ എന്താണ്? പഠിക്കേണ്ട സബ്ജക്റ്റുകൾ നോക്കൂ. മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, വെയിറ്റേജ് നിങ്ങൾ നോക്കൂ. അപ്പോൾ കൃത്യമായിട്ട് MDSന് പ്രിപ്പയർ ചെയ്യുന്ന 10ാം തരം യോഗ്യതയുള്ള പരീക്ഷയായി MDSന് പ്രിപ്പയർ ചെയ്യുന്നവർ പോലും നമ്മുടെ എല്ലാ ടോപ്പിക്കുകളും വൃത്തിയായി പഠിക്കുന്നു എന്നുള്ളത് സ്റ്റാഫ് സെലക്ഷൻ വിദ്യാർത്ഥികൾ, ഈ പോയിന്റ് ശ്രദ്ധിക്കൂ. സ്റ്റാഫ് സെലക്ഷൻ വിദ്യാർത്ഥികൾ കൃത്യമായി RRB പ്രിപ്പയർ ചെയ്യുന്ന, അതായത് റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അക്കാഡമി വരുമ്പോൾ നമ്മൾ പറയും സ്റ്റാഫ് സെലക്ഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും റെയിൽവേ എക്സാംസ് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ, അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ കാര്യം ഇതാണ്. പലപ്പോഴും ചില ആളുകൾക്കെങ്കിലും ഇത് മനസ്സിലാകാതെ വരുന്നുണ്ട് എന്നുള്ളതാണ് കൃത്യമായ ഡേറ്റയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഇനി എന്താണ് നമ്മുടെ ബാങ്കിങ് എക്സാംസോടെ ഞാൻ റഫായിട്ടൊന്ന് പറഞ്ഞു തന്നേക്കാം. ബാങ്കിങ് എക്സാംസ് എന്ന് പറയുമ്പോൾ നോക്കണേ, മാത്സ്, ഇംഗ്ലീഷ് 30 മാർക്ക്, റീസണിങ് 35, ന്യൂമറിക്കൽ എബിലിറ്റി 35, 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. നോക്കൂ, അവിടെയും GK ഒന്നും തൊടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ആ ഒരു 45% മാർക്കിലേക്ക് അവരുടെ പഠിത്തം എത്തുന്നത് പോലും ഇല്ല. പറഞ്ഞു മനസ്സിലായി. ജനറൽ സയൻസ് ഒന്നും അവർ പഠിക്കുന്ന പോലും ഇല്ല. അതുകൊണ്ട് അവർ നമുക്ക് വെല്ലുവിളി അല്ല എന്ന് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഡേറ്റയുടെ അനാലിസിസിന്റെ ഭാഗമായിട്ടാണ്. വെറുതെ ചുമ്മാ പറഞ്ഞല്ല. ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഏത് ആശങ്കകളും ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകളായിട്ട് എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. ദിശ അക്കാഡമി നിങ്ങൾക്ക് എല്ലാ കമന്റുകൾക്കും കൃത്യമായ മറുപടി തരുന്ന, നിങ്ങളെ പറഞ്ഞ്
മനസ്സിലാക്കി തരും. നമുക്ക് ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ വരെ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കമന്റിൽ ചോദിക്കുക. ദിശയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നവർക്കായി ഈ നമ്പറിൽ നിങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ, ബാങ്കിങ്ങിന്റെ ഓരോന്നിന്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ദിശയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകളിൽ ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, നമ്മൾ ചിട്ടയായ ടൈം ടേബിളോടുകൂടി, ഷെഡ്യൂളോടുകൂടി നിങ്ങളെ പഠിപ്പിക്കുന്നു. നമ്മുടെ കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ബ്രാഞ്ചുകളിൽ. അത് നമ്മുടെ തൃശ്ശൂർ ബ്രാഞ്ചൊക്കെ നമ്മളിപ്പം പല ഏരിയയിലുള്ള ആളുകൾ, ഇപ്പൊ പാലക്കാട്, എറണാകുളം സൈഡിലുള്ള ആളുകൾക്കൊക്കെ ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ തൃശ്ശൂർ നമ്മുടെ അക്കാഡമി എത്തിയത്. അപ്പോൾ കേരളത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഒരു 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എവിടെയാണെങ്കിലും, ചിലർക്ക് വീടിന് അടുത്തായി തന്നെ ദിശ അക്കാഡമി എത്തിയിരിക്കുകയാണ്. ഓഫ്ലൈനായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം. ഈ നമ്പറുകൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നന്നായി ആത്മാർത്ഥതയോടുകൂടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ട് ദിശ അക്കാഡമി കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും സഹോദരങ്ങളിലേക്കും ഈ വീഡിയോ മസ്റ്റായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.